രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ച് പോലീസ് ജീപ്പിൻ്റെ സൈറൺ ശബ്ദം വയനാട്ടിലെ കാടിനോട് ചേർന്ന വിജനമായ റോഡിലൂടെ പാഞ്ഞുപോയി. മുന്നിൽ കണ്ട ഹെയർപിൻ വളവ് കടന്നതും ജീപ്പ് ഒരു പഴയ തടിമില്ലിനു മുന്നിൽ നിന്നു. ചുറ്റും ഇരുട്ട് കനത്തിരുന്നു. മരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ പ്രദേശം ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇൻസ്പെക്ടർ ആനന്ദും അദ്ദേഹത്തിൻ്റെ ടീമും വേഗത്തിൽ ജീപ്പിൽ നിന്നിറങ്ങി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചിൻ്റെ വെളിച്ചം മില്ലിൻ്റെ പഴകിയ ഭിത്തികളിലും തറയിലും അരിച്ചെത്തി. കാടിൻ്റെ മരവിച്ച ഗന്ധം ചീഞ്ഞളിഞ്ഞ മരത്തടികളുടെ ഗന്ധവുമായി കൂടിക്കലർന്നു. മില്ലിനകത്ത് ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വിവരമാണ് അവരെ ഇവിടേക്ക് എത്തിച്ചത്. ആനന്ദ് ഒരു നിമിഷം ചുറ്റും നോക്കി. മരം കൊള്ളക്കാരുടെ താവളമായിരുന്നിരിക്കണം ഈ മില്ല്. പല കേസുകളിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അകത്തേക്ക് കടന്നപ്പോൾ തണുത്ത കാറ്റ് അവരെ തഴുകി കടന്നുപോയി. മില്ലിൻ്റെ ഒഴിഞ്ഞു കിടന്ന ഒരു മൂലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു ശരീരം അവർ കണ്ടു. അതൊരു യുവതിയുടേതായിരുന്നു. ഇരുണ്ട നിറത്തിലുള്ള സാരിയും കഴുത്തിൽ മുറുകിയ നിലയിലുള്ള ഒരു ഷോളും. മുഖം വികൃതമാക്കിയിരുന്നു. ആനന്ദ് ഉടൻ തന്നെ ഫോട്ടോ എടുക്കാനും വിരലടയാളങ്ങൾ ശേഖരിക്കാനുമുള്ള നിർദ്ദേശം നൽകി. മൃതദേഹം കണ്ടപ്പോൾ ആനന്ദിൻ്റെ മനസ്സിൽ ഒരു ചിന്ത മിന്നിമറിഞ്ഞു. ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയാൾ സൂക്ഷിച്ചു നോക്കി. അതെ, ഇത് രശ്മിയാണ്. കഴിഞ്ഞ ആഴ്ച കാണാതായ ആ പെൺകുട്ടി. അവളുടെ തിരോധാനം വലിയ വാർത്തയായിരുന്നു. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകളായിരുന്നു രശ്മി. ഇൻസ്പെക്ടർ സർ, ഒരു ഫോൺ കോൾ. കോൺസ്റ്റബിൾ ഷിബു ആനന്ദിനെ വിളിച്ചു. ഫോൺ എടുത്തപ്പോൾ മറുതലയ്ക്കൽ SP ആയിരുന്നു. ആനന്ദ്, കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കണം. മുകളിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. രശ്മിയുടെ അച്ഛൻ ദാമോദരൻ MLA ഇപ്പോൾ തന്നെ മരിച്ച വിവരം അറിഞ്ഞു. ആനന്ദ് ഫോൺ വെച്ച് രശ്മിയുടെ മുഖത്തേക്ക് നോക്കി. ഒരു സാധാരണ കൊലപാതകമല്ല ഇത്. ഇതിന് പിന്നിൽ വലിയ ശക്തികളുണ്ടെന്ന് അയാൾക്ക് തോന്നി. കേസിൻ്റെ ഗതി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു തുമ്പ് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. നേരം പുലർന്നു തുടങ്ങിയപ്പോഴേക്കും തടിമിൽ പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും കൊണ്ട് നിറഞ്ഞു. MLAയുടെ മകളുടെ കൊലപാതകം കേരളക്കരയെ നടുക്കുന്ന വാർത്തയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇൻസ്പെക്ടർ ആനന്ദ് മൃതദേഹത്തിന് ചുറ്റും വീണ്ടും പരിശോധന നടത്തി. വലിയൊരു സംഘം ഫോറൻസിക് വിദഗ്ധർ അവിടെ തെളിവുകൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. മൃതദേഹത്തിന് തൊട്ടടുത്തു നിന്നും ആനന്ദിന് ഒരു ചെറിയ ഡയറി കഷണം കിട്ടി. പകുതി കീറിയ ആ പേജിൽ ഒരു ഫോൺ നമ്പറും നിഴൽ എന്നൊരു വാക്കും മാത്രം എഴുതിയിരുന്നു. ആ പേര് ആനന്ദിനെ വല്ലാതെ അലോസരപ്പെടുത്തി. സർ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഫോറൻസിക് ഓഫീസർ ഡോക്ടർ പ്രകാശ് ആനന്ദിൻ്റെ അടുത്തേക്ക് വന്നു. എന്താണ് പ്രകാശ്? ആനന്ദ് ചോദിച്ചു. പെൺകുട്ടിയുടെ കഴുത്തിൽ മുറുകിയ ഷോൾ കൊലപാതകത്തിന് ഉപയോഗിച്ചതാണ്. പക്ഷേ അവളുടെ നഖങ്ങൾക്കിടയിൽ നിന്നും ഞങ്ങൾക്ക് വേറെ ചില രോമങ്ങളും ചർമ്മത്തിൻ്റെ അംശങ്ങളും കിട്ടിയിട്ടുണ്ട്. മരിക്കുന്നതിന് മുൻപ് അവൾ കൊലയാളിയുമായി മല്ലിട്ടിട്ടുണ്ട്. പ്രതിക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ടാകണം. ആനന്ദ് ഡയറിയുടെ കഷ്ണം തൻ്റെ പോക്കറ്റിലിട്ടു. മില്ലിന് പുറത്തേക്ക് നടന്നപ്പോൾ MLA ദാമോദരൻ അവിടെ വന്നു നിന്നിട്ടുണ്ടായിരുന്നു. കരഞ്ഞു തളർന്ന ദാമോദരനെ കണ്ടപ്പോൾ ആനന്ദിന് സഹതാപം തോന്നി. എങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു. ദാമോദരൻ സർ, രശ്മിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അവൾ അസ്വസ്ഥയായിരുന്നോ? ആനന്ദ് തിരക്കി. ദാമോദരൻ ഒന്ന് വിറച്ചു. അവൾക്ക് ശത്രുക്കളൊന്നുമില്ലായിരുന്നു ആനന്ദ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോ അവളെ പിന്തുടരുന്നതായി അവൾ പറഞ്ഞിരുന്നു. ഒരു കറുത്ത കാർ വീടിനു മുന്നിൽ എപ്പോഴും വരാറുണ്ടെന്ന് അവൾ പരാതിപ്പെട്ടിരുന്നു. ഞാനത് ഗൗരവമായി എടുത്തില്ല. അദ്ദേഹം വിതുമ്പി. തിരികെ സ്റ്റേഷനിലെത്തിയ ആനന്ദ് ഡയറിയിൽ കണ്ട ആ ഫോൺ നമ്പർ സൈബർ സെല്ലിന് കൈമാറി. കുറച്ചു കഴിഞ്ഞപ്പോൾ വന്ന മറുപടി ആനന്ദിനെ ഞെട്ടിച്ചു. ആ നമ്പർ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഒരു കുറ്റവാളിയുടെ പേരിലുള്ളതായിരുന്നു. മരിച്ച ഒരാളുടെ നമ്പർ എങ്ങനെ രശ്മിയുടെ ഡയറിയിൽ വന്നു? ആരാണ് ആ നിഴൽ?
അന്ന് രാത്രി ആനന്ദിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. ഇൻസ്പെക്ടർ, നിങ്ങൾ അന്വേഷിക്കുന്നത് രശ്മിയുടെ കൊലയാളിയെയല്ല, പകരം അവൾ ഒളിപ്പിച്ചു വെച്ച സത്യത്തെയാണ്. മില്ലിലെ ആ തടിപ്പെട്ടികൾക്കിടയിൽ ഒന്നുകൂടി നോക്കൂ. ആനന്ദ് ഉടൻ തന്നെ ജീപ്പുമായി തടിമില്ലിലേക്ക് തിരിച്ചു. അവിടെ തന്നെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടമാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. രാത്രിയുടെ 2-ാം യാമത്തിൽ ആനന്ദ് വീണ്ടും ആ തടിമില്ലിലെത്തി. ഇത്തവണ കൂടെ ആരുമില്ലായിരുന്നു. ഫോണിൽ വന്ന ആ സന്ദേശം ഒരു കെണിയാണോ അതോ സത്യമാണോ എന്ന് ഉറപ്പിക്കാതെ ആരെയും കൂടെ കൂട്ടേണ്ടെന്ന് അയാൾ തീരുമാനിച്ചു. കയ്യിലുള്ള ടോർച്ചിൻ്റെ വെളിച്ചം മില്ലിൻ്റെ തറയിലേക്ക് വീഴ്ത്തി അയാൾ പതുക്കെ ഉള്ളിലേക്ക് നടന്നു. പഴകിയ മരത്തടികൾക്കിടയിലൂടെ നടക്കുമ്പോൾ എന്തോ ഒന്ന് തട്ടി ആനന്ദ് നിന്നു. മെസ്സേജിൽ പറഞ്ഞതുപോലെ വലിയ തടിപ്പെട്ടികൾ കൂട്ടിയിരിക്കുന്ന ഒരു ഭാഗം അവിടെ ഉണ്ടായിരുന്നു. കനത്ത തടിപ്പെട്ടികൾ ഓരോന്നായി നീക്കാൻ അയാൾ കഷ്ടപ്പെട്ടു. അവസാനം ഏറ്റവും അടിയിലായി ഒരു പെട്ടി നീക്കിയപ്പോൾ തറയിൽ ഒരു ചെറിയ വിടവ് അയാൾ ശ്രദ്ധിച്ചു. തറയിലെ ആ പലക നീക്കിയപ്പോൾ അതിനടിയിൽ തുണി കൊണ്ട് പൊതിഞ്ഞ നിലയിൽ ഒരു പഴയ റെക്കോർഡർ ഇരിക്കുന്നത് കണ്ടു. ആനന്ദ് അത് കയ്യിലെടുത്തു. പെട്ടെന്ന് മില്ലിന് പുറത്ത് ഒരു കാറിൻ്റെ ശബ്ദം കേട്ടു. ആനന്ദ് ടോർച്ചണച്ച് ഒളിച്ചു നിന്നു. 2 പേർ അകത്തേക്ക് കടന്നു വരുന്നത് അയാൾ കണ്ടു. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അവൾ അത് ഇവിടെ എവിടെയോ ആണ് വെച്ചത്, വേഗം തിരയൂ, ഒരാൾ ഗൗരവത്തിൽ പറഞ്ഞു. അവർ രശ്മിയുടെ ഡയറിക്കോ ആ റെക്കോർഡറിനോ വേണ്ടിയാണ് വന്നതെന്ന് ആനന്ദിന് മനസ്സിലായി. അവർ ആനന്ദ് നിന്നിരുന്ന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആനന്ദിൻ്റെ ഫോൺ ശബ്ദിച്ചു. സൈബർ സെല്ലിൽ നിന്നുള്ള വിളിയായിരുന്നു അത്. ശബ്ദം കേട്ടതും വന്നവർ ആ ഭാഗത്തേക്ക് വെടിയുതിർത്തു. ആനന്ദ് തറയിലൂടെ ഉരുളി മാറി തിരിച്ച് വെടിവെച്ചു. ഇരുട്ടിൽ നടന്ന ആ ചെറിയ ഏറ്റുമുട്ടലിനിടയിൽ അവർ മില്ലിനു പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. തിരികെ സ്റ്റേഷനിലെത്തിയ ആനന്ദ് ആ റെക്കോർഡർ പരിശോധിച്ചു. അതിൽ രശ്മിയുടെ ശബ്ദമായിരുന്നു. അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ആ ബിസിനസ് ഗ്രൂപ്പിൻ്റെ പിന്നിൽ വലിയൊരു അധോലോകമുണ്ട്. നിഴൽ എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു രഹസ്യ പദ്ധതിയാണ്. അവർക്ക് വേണ്ടത് ആ ഫയലുകളാണ്. ഞാനത്... അവിടെ ശബ്ദം മുറിഞ്ഞുപോയി. അടുത്ത ദിവസം രാവിലെ ആനന്ദിനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ ഒരാളെത്തി. അത് രശ്മിയുടെ കോളേജ് സുഹൃത്തായ നവീൻ ആയിരുന്നു. അവനാകെ ഭയചകിതനായിരുന്നു. സർ, രശ്മി മരിക്കുന്നതിന് തലേ ദിവസം എനിക്കൊരു ഇമെയിൽ അയച്ചിരുന്നു. അതിലൊരു ലൊക്കേഷനും ഒരു പാസ്വേഡും ഉണ്ടായിരുന്നു. അവൾ അപകടത്തിലാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ചതി നടക്കുമെന്ന് കരുതിയില്ല സർ. നവീൻ നൽകിയ വിവരങ്ങൾ കേട്ട ആനന്ദ് ഞെട്ടിപ്പോയി. കാരണം ആ ഇമെയിൽ സൂചിപ്പിച്ചിരുന്ന ലൊക്കേഷൻ നഗരത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിരുന്നു. രശ്മിയുടെ മൃതദേഹം കിടക്കുന്ന അതേ ഹോസ്പിറ്റൽ. നവീൻ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ആനന്ദ് ഉടൻ തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. രശ്മിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ പൂർത്തിയായി വരികയായിരുന്നു. പുറത്ത് വൻ പോലീസ് സന്നാഹവും മാധ്യമപ്രവർത്തകരും തടിച്ചുകൂടിയിട്ടുണ്ട്. ആനന്ദ് നേരെ മോർച്ചറി വിഭാഗത്തിലേക്ക് നടന്നു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കണ്ട് രശ്മിയുടെ സാധനങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇൻസ്പെക്ടർ, അവളുടെ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാൻ ലിസ്റ്റ് ചെയ്തതാണ്, ഡോക്ടർ പറഞ്ഞു. എനിക്ക് അവളുടെ ഫോൺ ഒന്ന് കാണണം, ആനന്ദ് ഉറപ്പിച്ചു പറഞ്ഞു. രശ്മിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. എന്നാൽ നവീൻ നൽകിയ പാസ്വേഡ് ഉപയോഗിച്ച് ആനന്ദ് അത് തുറന്നു. ഫോണിലെ ഗാലറി പരിശോധിച്ച അയാൾ ഒരു വീഡിയോ കണ്ട് സ്തംഭിച്ചു പോയി. ആ വീഡിയോയിൽ ദാമോദരൻ MLAയും നഗരത്തിലെ പ്രമുഖനായ ഒരു വ്യവസായിയും തമ്മിലുള്ള രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു. നഗരത്തിലെ ഒരു വലിയ മെഡിക്കൽ മാലിന്യ പ്ലാന്റിന് അനുമതി നൽകുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കൈമാറുന്ന ദൃശ്യങ്ങൾ അതിലുണ്ടായിരുന്നു.
പക്ഷേ വീഡിയോയുടെ അവസാനം രശ്മിയുടെ കരച്ചിൽ കേൾക്കാം. അവൾ അത് രഹസ്യമായി പകർത്തിയതാണെന്ന് വ്യക്തം. പെട്ടെന്ന് ആനന്ദിൻ്റെ വയർലെസ് സെറ്റ് ചിലച്ചു. സർ, മില്ലിന് സമീപം നമ്മൾ കണ്ടെത്തിയ ആ റെക്കോർഡർ ആരോ മോഷ്ടിച്ചു. സ്റ്റേഷനിലെ തെളിവ് സൂക്ഷിക്കുന്ന മുറിയിൽ ആരോ അതിക്രമിച്ച് കയറി. ആനന്ദ് പല്ല് ഞെരിച്ചു. പോലീസിനുള്ളിൽ തന്നെ ആരോ ശത്രുവിനെ സഹായിക്കുന്നുണ്ട്. സ്റ്റേഷനിലെ വിവരങ്ങൾ ചോർത്തുന്ന ആ കറുത്ത ആട് ആരാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ആനന്ദ് ശ്രദ്ധിച്ചത്. മോർച്ചറിയിൽ രശ്മിയുടെ മൃതദേഹത്തിന് കാവൽ നിൽക്കേണ്ട കോൺസ്റ്റബിളിനെ അവിടെ കാണാനില്ല. ആനന്ദ് വേഗം മൃതദേഹം കിടത്തിയിരുന്ന തണുത്ത മുറിയിലേക്ക് ഓടിക്കയറി. അവിടെ കണ്ട കാഴ്ച അയാളെ തളർത്തിക്കളഞ്ഞു. രശ്മിയുടെ മൃതദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ പുതിയൊരു മുറിവ്. ആരോ അവളുടെ കയ്യിൽ കെട്ടിയിരുന്ന ഒരു ചരടോ വളയോ ബലമായി അറുത്തെടുത്തിരിക്കുന്നു. പെട്ടെന്ന് മോർച്ചറിയുടെ പിൻവാതിലിലൂടെ ഒരാൾ ഓടിപ്പോകുന്നത് ആനന്ദിൻ്റെ കണ്ണിൽ പെട്ടു. ആനന്ദ് അയാളുടെ പിന്നാലെ വെച്ചുപിടിച്ചു. ഹോസ്പിറ്റലിൻ്റെ ഇരുണ്ട ഇടനാഴികളിലൂടെയുള്ള ആ ഓട്ടം ചെന്നവസാനിച്ചത് പാർക്കിംഗ് ഏരിയയിലാണ്. അവിടെ ഒരു കറുത്ത കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. കാറിലേക്ക് കയറാൻ തുടങ്ങിയ ആളെ ആനന്ദ് തടഞ്ഞു. മൽപ്പിടുത്തത്തിനിടയിൽ അയാളുടെ മാസ്ക് നീങ്ങി. ആ മുഖം കണ്ട ആനന്ദ് ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ലായിരുന്നു. ആ മാസ്ക് നീങ്ങിയപ്പോൾ ആനന്ദിൻ്റെ മുന്നിൽ വെളിപ്പെട്ടത് മറ്റാരുമല്ലായിരുന്നു. സ്വന്തം ടീമിലെ കോൺസ്റ്റബിൾ ഷിബു ആയിരുന്നു അത്. ആനന്ദിൻ്റെ ഏറ്റവും വിശ്വസ്തനായി കൂടെ നിന്നിരുന്ന ഷിബു. ഷിബു, നീയോ? ആനന്ദിൻ്റെ ശബ്ദത്തിൽ അവിശ്വസനീയത നിറഞ്ഞു. ഷിബു ഭയന്ന് പിന്നോട്ട് മാറി. സർ, എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഷിബുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ ബാഗ് ആനന്ദ് പിടിച്ചു വാങ്ങി. അതിനുള്ളിൽ രശ്മിയുടെ കയ്യിൽ നിന്നും അറുത്തെടുത്ത ആ വെള്ളി ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിനിൽ ലോക്കറ്റിന് പകരം ഒരു ചെറിയ പെൻഡ്രൈവ് ഘടിപ്പിച്ചിരുന്നു. രശ്മി തൻ്റെ പക്കലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സ്വന്തം ശരീരത്തിൽ തന്നെ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. ആരാണ് നിന്നെ ഇതിന് പ്രേരിപ്പിച്ചത്? ആനന്ദ് ഷിബുവിൻ്റെ കോളറിൽ പിടിച്ചുലച്ചു. അത് സിറ്റി കമ്മീഷണറാണ് സർ, ഷിബു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. MLA ദാമോദരനും കമ്മീഷണറും തമ്മിൽ വർഷങ്ങളായുള്ള ബന്ധമാണ്. ആ പെൻഡ്രൈവ് കൈക്കലാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത് കമ്മീഷണറാണ്. അതിൽ ആ മെഡിക്കൽ മാഫിയയുടെ മുഴുവൻ വിവരങ്ങളുമുണ്ട്. പെട്ടെന്ന് ഒരു വെടിയൊച്ച കേട്ടു. ഷിബുവിൻ്റെ തോളിൽ വെടിയേറ്റു. അയാൾ താഴെ വീണു. പാർക്കിംഗ് ഏരിയയുടെ മറവിൽ നിന്നും 2 പേർ ആനന്ദിനു നേരെ വെടിയുതിർത്തു. ആനന്ദ് ഷിബുവിനെ വലിച്ച് ഒരു കാറിന് പിന്നിലേക്ക് മാറി. ഷിബു, നിനക്ക് കുഴപ്പമില്ലല്ലോ? ആനന്ദ് ചോദിച്ചു. പക്ഷേ ഷിബു വേദന കൊണ്ട് പുളയുകയായിരുന്നു. ആനന്ദ് തൻ്റെ സർവീസ് റിവോൾവർ എടുത്ത് തിരിച്ചടിച്ചു. അക്രമികൾ ഒരു വാനിൽ കയറി വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവർക്ക് വേണ്ടത് ആ പെൻഡ്രൈവ് മാത്രമായിരുന്നു. ആനന്ദ് വേഗം കമ്മീഷണറെ വിളിക്കാൻ ഫോൺ എടുത്തു. പക്ഷേ അപ്പോഴാണ് അയാൾ ഒരു കാര്യം ഓർത്തത്. ഷിബു പറഞ്ഞത് സത്യമാണെങ്കിൽ ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. ഷിബുവിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ശേഷം ആനന്ദ് രഹസ്യമായി തൻ്റെ ലാപ്ടോപ്പിൽ ആ പെൻഡ്രൈവ് പരിശോധിച്ചു. അതിൽ തുറന്ന ഫയലുകൾ ആനന്ദിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അത് വെറുമൊരു അഴിമതി കഥയായിരുന്നില്ല. നഗരത്തിലെ ആശുപത്രികളിൽ മരിക്കുന്ന അജ്ഞാതരായ ആളുകളുടെ അവയവങ്ങൾ കടത്തുന്ന ഒരു വലിയ റാക്കറ്റിൻ്റെ വിവരങ്ങളായിരുന്നു അതിൽ. ആ റാക്കറ്റിൻ്റെ തലവൻ നിഴൽ എന്നറിയപ്പെടുന്ന ഒരാളാണ്. ആ ലിസ്റ്റിലെ അടുത്ത പേര് കണ്ടപ്പോൾ ആനന്ദിൻ്റെ രക്തം തിളച്ചു. അതിൽ അടുത്ത ഇരയായി രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന നവീൻ്റെ പേരായിരുന്നു. രശ്മിയുടെ സുഹൃത്ത് നവീൻ അപകടത്തിലാണ്. അവനെ ലക്ഷ്യം വെച്ച് കൊലയാളികൾ നീങ്ങിക്കഴിഞ്ഞിരുന്നു. ആ ലിസ്റ്റിൽ നവീൻ്റെ പേര് കണ്ടതും ആനന്ദ് തൻ്റെ ഫോണിൽ നിന്ന് നവീനെ വിളിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സമയമൊട്ടും കളയാനില്ലെന്ന് ബോധ്യപ്പെട്ട ആനന്ദ് ഹോസ്പിറ്റലിൻ്റെ സ്പെഷ്യൽ വാർഡ് ലക്ഷ്യമാക്കി ഓടി. ഹോസ്പിറ്റലിലെ ലിഫ്റ്റിനായി കാത്തു നിൽക്കാതെ അയാൾ സ്റ്റെപ്പുകൾ ഓടിക്കയറി. നവീനെ പാർപ്പിച്ചിരുന്ന 3-ാം നിലയിലെ വാർഡിന് മുന്നിലെത്തിയപ്പോൾ
അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് ബോധരഹിതയായി തറയിൽ കിടക്കുന്നത് കണ്ടു. വാർഡിൻ്റെ വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. ആനന്ദ് തോക്ക് ചൂണ്ടി അകത്തേക്ക് കടന്നു. അവിടെ നവീൻ ഉണ്ടായിരുന്നില്ല. ബെഡ്ഷീറ്റുകൾ വാരി വലിച്ചിട്ടിരിക്കുന്നു. ജനാല തുറന്നു കിടക്കുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ ആനന്ദ് കണ്ടത് ഹോസ്പിറ്റലിൻ്റെ പിന്നിലെ ആംബുലൻസ് പാർക്കിങ്ങിലേക്ക് നവീനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്ന രണ്ടുപേരെയാണ്. ഷിബു, ബാക്കപ്പ് വേണം, ആനന്ദ് വയർലെസ്സിലൂടെ വിളിച്ചു പറഞ്ഞു. പക്ഷേ മറുതലയ്ക്കൽ നിശബ്ദതയായിരുന്നു. സിസ്റ്റം അപ്പാടെ അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു എന്ന് അയാൾക്ക് വീണ്ടും ഓർമ്മ വന്നു. ആനന്ദ് താഴേക്ക് കുതിച്ചു. ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്ത് നീങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ അതിനു മുന്നിലേക്ക് ചാടി വീണു. ഡ്രൈവർ വണ്ടി നിർത്താതെ ആനന്ദിന് നേരെ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചു. ആനന്ദ് വശത്തേക്ക് ഒഴിഞ്ഞുമാറി ആംബുലൻസിൻ്റെ ടയറിലേക്ക് വെടിയുതിർത്തു. ടയർ പൊട്ടി വണ്ടി നിയന്ത്രണം വിട്ട് ഒരു മതിലിൽ ഇടിച്ചു നിന്നു. ആനന്ദ് ആംബുലൻസിൻ്റെ പിൻവാതിൽ വലിച്ചു തുറന്നു. അവിടെ നവീനെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. കൂടെയുണ്ടായിരുന്ന അക്രമി ആനന്ദിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആനന്ദ് അയാളെ കീഴ്പ്പെടുത്തി. ആരാണ് നിങ്ങളെ അയച്ചത്? ആനന്ദ് അക്രമിയുടെ കഴുത്തിന് പിടിച്ചു. അക്രമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വൈകിപ്പോയി ഇൻസ്പെക്ടർ. നവീൻ്റെ കയ്യിലുള്ളത് വെറും ഇമെയിൽ പാസ്വേഡ് മാത്രമാണെന്ന് നിങ്ങൾ കരുതിയോ? അവനാണ് ആ ഫയലുകളുടെ ഒറിജിനൽ ലൊക്കേഷൻ അറിയാവുന്ന ഏക വ്യക്തി. പെട്ടെന്ന് ആനന്ദിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു. അത് കമ്മീഷണറുടെ നമ്പറായിരുന്നു. പക്ഷേ സ്ക്രീനിൽ തെളിഞ്ഞത് കമ്മീഷണറല്ല, മുഖം മൂടി ധരിച്ച ഒരാളായിരുന്നു. അയാളുടെ പിന്നിൽ കെട്ടിയിട്ട നിലയിൽ ആനന്ദിൻ്റെ കുടുംബത്തെ അയാൾ കണ്ടു. ഇൻസ്പെക്ടർ ആനന്ദ്, ആ പെൻഡ്രൈവ് തിരികെ നൽകാൻ നിങ്ങൾക്ക് കൃത്യം 1 മണിക്കൂർ സമയമുണ്ട്. വയനാട്ടിലെ ആ പഴയ തടിമില്ലിൽ എത്തിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മൃതദേഹം അവിടെയുള്ള ചിതയിൽ എരിയും. ഫോൺ കട്ടായി. ആനന്ദ് തകർന്നുപോയി. ഒരു വശത്ത് നീതിയും മറുവശത്ത് സ്വന്തം കുടുംബവും. താൻ ഇത്രയും കാലം വിശ്വസിച്ച സിസ്റ്റം തന്നെ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. നവീൻ പതുക്കെ കണ്ണു തുറന്നു. സർ, ആ പെൻഡ്രൈവിലുള്ളത് അവസാനത്തെ തെളിവല്ല. നിഴൽ ആരാണെന്ന് ആ ഫയലിലെ ഒരു രഹസ്യ കോഡിലുണ്ട്. അത് ഡീകോഡ് ചെയ്യാൻ എനിക്ക് കഴിയും. ആനന്ദ് ഒരു തീരുമാനമെടുത്തു. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. സമയത്തിനു നേരെ ഓടുകയായിരുന്നു ആനന്ദ്. തൻ്റെ കുടുംബം അപകടത്തിലാണെന്ന തിരിച്ചറിവ് അയാളെ തളർത്തിയെങ്കിലും ബുദ്ധിപൂർവം നീങ്ങാൻ അയാൾ തീരുമാനിച്ചു. നവീനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാൻ ആനന്ദിന് കഴിയില്ലായിരുന്നു. കാരണം പുറത്തുള്ള ഓരോ പോലീസുകാരനും കമ്മീഷണറുടെ ചാരന്മാരായിരിക്കാം. നവീൻ, ഈ പെൻഡ്രൈവ് നിന്റെ ഫോണുമായി കണക്ട് ചെയ്. ഇതിലെ രഹസ്യ കോഡ് എന്താണെന്ന് ഇപ്പോൾ തന്നെ കണ്ടെത്തണം. ആനന്ദ് തൻ്റെ ഫോൺ നവീന് നൽകി. വണ്ടി വയനാട്ടിലെ തടിമില്ല് ലക്ഷ്യമാക്കി പാഞ്ഞു. യാത്രക്കിടയിൽ നവീൻ വേഗത്തിൽ ഡാറ്റാ ഫയലുകൾ പരിശോധിച്ചു. സർ, ഇതൊരു സാധാരണ കോഡല്ല. ഇതൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ലോഗിൻ വിവരങ്ങളാണ്. പക്ഷേ ആ അക്കൗണ്ട് ദാമോദരൻ MLAയുടെ പേരിലല്ല. അത് സിറ്റി കമ്മീഷണറുടെ വിദേശത്തുള്ള ഒരു അക്കൗണ്ടാണ്. അതിലൂടെയാണ് കോടിക്കണക്കിന് രൂപയുടെ അവയവക്കടത്ത് ഇടപാടുകൾ നടക്കുന്നത്. പെട്ടെന്ന് നവീൻ ഒന്ന് നിർത്തി. സർ, ഇതിൽ വേറൊരു പേരു കൂടിയുണ്ട്. പ്രൊജക്റ്റ് നിഴൽ. നിയന്ത്രിക്കുന്നത് ദാമോദരനോ കമ്മീഷണറോ അല്ല, അത് മറ്റൊരാളാണ്. ദാ നോക്കൂ. നവീൻ കാണിച്ച സ്ക്രീനിലെ പേര് കണ്ട ആനന്ദ് ഞെട്ടിപ്പോയി. അത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനായി അറിയപ്പെടുന്ന ഡോക്ടർ മേനോൻ്റെ പേരായിരുന്നു. സിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉടമ. പുറമെ നന്മ പ്രസംഗിക്കുന്ന അയാൾക്ക് പിന്നിലായിരുന്നു ഈ ചോരക്കളി. നമ്മൾ മില്ലിലെത്തി. ആനന്ദ് വണ്ടി നിർത്തി. തടിമില്ല് പഴയതുപോലെ തന്നെ വിജനമായിരുന്നു. പക്ഷേ ഇത്തവണ പുറത്ത് 3 കറുത്ത കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആനന്ദ് തൻ്റെ തോക്കിലെ ഉണ്ടകൾ പരിശോധിച്ചു. നവീനെ വണ്ടിയിലിരിക്കാൻ നിർദ്ദേശിച്ച ശേഷം പെൻഡ്രൈവുമായി അയാൾ അകത്തേക്ക് നടന്നു. മില്ലിനുള്ളിൽ വെളിച്ചം കുറവായിരുന്നു.
മധ്യഭാഗത്ത് കസേരയിൽ കെട്ടിയിട്ട നിലയിൽ ആനന്ദിൻ്റെ ഭാര്യയെയും മകളെയും അയാൾ കണ്ടു. അവർക്ക് പിന്നിൽ കമ്മീഷണറും തോക്കുധാരികളായ 4 പേരും നിൽക്കുന്നു. പെൻഡ്രൈവ് എവിടെ? കമ്മീഷണർ ഗർജിച്ചു. എൻ്റെ കുടുംബത്തെ വിട്ടയക്കൂ, എന്നിട്ടിത് തരാം. ആനന്ദ് പെൻഡ്രൈവ് ഉയർത്തിക്കാട്ടി. നീ ഒരുപാട് കളിച്ചു ആനന്ദ്. ആ പെൻഡ്രൈവ് തന്നാലും ഇല്ലെങ്കിലും നീ ഇന്നിവിടെ നിന്ന് പുറത്തു പോകില്ല. കമ്മീഷണർ ക്രൂരമായി ചിരിച്ചു. അയാൾ തൻ്റെ ആൾക്കാർക്ക് സിഗ്നൽ നൽകി. പെട്ടെന്ന് മില്ലിൻ്റെ മേൽക്കൂരയിലൂടെ ഒരു പുക ബോംബ് താഴേക്ക് വീണു. മില്ല് മുഴുവൻ കനത്ത പുകയിൽ മുങ്ങി. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ആക്രമികൾ പരിഭ്രാന്തരായി. പുകയ്ക്കുള്ളിൽ നിന്നും വെടിയൊച്ചകൾ മുഴങ്ങി. ആനന്ദ് തൻ്റെ കുടുംബത്തിന് അടുത്തേക്ക് കുതിച്ചു. പക്ഷേ പുകയ്ക്കിടയിലൂടെ ഒരാൾ ആനന്ദിൻ്റെ കഴുത്തിന് പിന്നിൽ തോക്കുവെച്ചു. പെൻഡ്രൈവ് താഴെയിട് ഇൻസ്പെക്ടർ. ആ ശബ്ദം കമ്മീഷണറുടേതല്ലായിരുന്നു. അത് വളരെ ശാന്തവും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ ഒരു ശബ്ദമായിരുന്നു. ആനന്ദ് തിരിഞ്ഞു നോക്കി. പുകയ്ക്കിടയിൽ നിന്നും ഡോക്ടർ മേനോൻ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ കയ്യിൽ ഒരു സിറിഞ്ചുണ്ടായിരുന്നു. ഡോക്ടർ മേനോൻ്റെ മുഖത്തെ ആ ശാന്തത ആനന്ദിനെ ഭയപ്പെടുത്തി. ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ്റെ മുഖംമൂടി പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു വെറും പണമോ അധികാരമോ അല്ല ആനന്ദ്, ഡോക്ടർ പതുക്കെ പറഞ്ഞു. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അവയവ ബാങ്ക് ഞാനിവിടെ പടുത്തുയർത്തും. അതിന് തടസ്സമായി വന്നവളാണ് രശ്മി. സ്വന്തം അച്ഛൻ്റെ ബിസിനസ് രഹസ്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയ അവൾ അറിഞ്ഞില്ല അവളുടെ അച്ഛൻ പോലും എൻ്റെ കയ്യിലെ ഒരു പാവ മാത്രമാണെന്ന്. പെട്ടെന്ന് പുകമറയ്ക്കുള്ളിൽ നിന്നും ഒരു രൂപം ആഞ്ഞു വെടിവെച്ചു. കമ്മീഷണറുടെ അടുത്തു നിന്നിരുന്ന ഒരാൾ തെറിച്ചു വീണു. അത് ഷിബുവായിരുന്നു. ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് കിടന്നിരുന്ന ഷിബു തൻ്റെ പാപഭാരം കഴുകിക്കളയാൻ അവസാന നിമിഷം ആനന്ദിൻ്റെ സഹായത്തിനെത്തിയിരിക്കുന്നു. ആനന്ദ് സർ, മാറൂ, ഷിബു അലറി. പുകയ്ക്കിടയിൽ നടന്ന വെടിവെപ്പിൽ ആനന്ദ് നിലത്തുരുളി മാറി തൻ്റെ ഭാര്യയെയും മകളെയും ചേർത്ത് പിടിച്ചു. അവരുടെ കെട്ടുകൾ അറുക്കുമ്പോഴും കമ്മീഷണറും ഡോക്ടർ മേനോനും മില്ലിൻ്റെ പിൻവാതിലിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഷിബു, അവരെ വിടരുത്, ആനന്ദ് വിളിച്ചു പറഞ്ഞു. ആനന്ദ് തൻ്റെ കുടുംബത്തെ സുരക്ഷിതമായ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി. മില്ലിന് പുറത്ത് വീണ്ടും വെടിയൊച്ചകൾ കേട്ടു. ആനന്ദ് പുറത്തേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഷിബുവിനെയാണ്. മരിക്കുന്നതിന് മുൻപ് അവൻ ആനന്ദിൻ്റെ കയ്യിൽ ഒരു താക്കോൽ ഏൽപ്പിച്ചു. സർ, കമ്മീഷണറുടെ വണ്ടിയിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അതിലെല്ലാമുണ്ട്. ഷിബുവിൻ്റെ ശ്വാസം നിലച്ചു. ആനന്ദ് ചുറ്റും നോക്കി. കമ്മീഷണറും മേനോനും വാനിൽ കയറി കാടിനുള്ളിലെ രഹസ്യപാതയിലൂടെ പാഞ്ഞു പോയി കഴിഞ്ഞു. ആനന്ദ് ഒട്ടും വൈകിയില്ല. ഷിബു പറഞ്ഞ ലാപ്ടോപ്പ് കമ്മീഷണർ ഉപേക്ഷിച്ചു പോയ കാറിൽ നിന്നും കണ്ടെടുത്തു. നവീൻ വണ്ടി ഓടിച്ച് ആനന്ദിനടുത്തേക്ക് വന്നു. സർ, അവർ അതിർത്തി കടക്കാൻ ശ്രമിക്കുകയാണ്. ആ വഴി പോയാൽ അവരെ പിടിക്കാൻ കഴിയില്ല. ഇല്ല നവീൻ, അവർ പോകുന്നത് അതിർത്തിയിലേക്കല്ല. ലാപ്ടോപ്പിലെ GPS ലൊക്കേഷൻ നോക്കി ആനന്ദ് പറഞ്ഞു. അവർ പോകുന്നത് കടൽ തീരത്തേക്കാണ്. അവിടെ അവർക്കായി ഒരു ബോട്ട് കാത്തു നിൽപ്പുണ്ട്. നമ്മൾ അവിടെ എത്തുന്നതിന് മുൻപ് അവർ കടൽ കടക്കും. യാത്രക്കിടയിൽ ആനന്ദ് ലാപ്ടോപ്പിലെ അവസാന ഫയൽ തുറന്നു. അതിൽ പ്രൊജക്റ്റ് നിഴൽ എന്നതിൻ്റെ പൂർണ്ണരൂപമുണ്ടായിരുന്നു. ആ ലിസ്റ്റ് കണ്ട ആനന്ദ് സ്തംഭിച്ചു പോയി. അതിൽ ദാമോദരൻ MLAയുടെ പേരിന് നേരെ ഇര എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതായത് സ്വന്തം മകളെ കൊന്നവർക്ക് കൂട്ടുനിന്ന ദാമോദരനെ തന്നെ കൊന്ന് ആ കുറ്റം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനാണ് മേനോൻ പദ്ധതിയിടുന്നത്. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ അറബിക്കടലിൻ്റെ ഇരമ്പൽ ഭീകരത കൂട്ടി. വിജനമായ ആ തീരത്തേക്ക് ആനന്ദും നവീനും പാഞ്ഞെത്തി. ദൂരെയായി ഒരു സ്വകാര്യ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അവർ കണ്ടു. ബോട്ടിലെ വെളിച്ചം തിരമാലകളിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ട്. നവീൻ, നീ പോലീസിനെ വിളിക്ക്. ബാക്കപ്പ് വരാതെ നമുക്ക് അവരെ തടയാൻ പ്രയാസമായിരിക്കും, ആനന്ദ് നിർദ്ദേശം നൽകി. പക്ഷേ സർ, കമ്മീഷണർ കൂടെയുള്ളപ്പോൾ ആരെ വിശ്വസിക്കും? നവീൻ്റെ ചോദ്യം ന്യായമായിരുന്നു. നീ IG-യെ നേരിട്ട് വിളിക്ക്. അദ്ദേഹത്തിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ.
ആനന്ദ് തൻ്റെ റിവോൾവർ ലോഡ് ചെയ്ത് ബോട്ടിലേക്ക് പതുക്കെ നീങ്ങി. തീരത്തെ മണൽത്തിട്ടകൾക്ക് പിന്നിലൂടെ നീങ്ങിയ ആനന്ദ് കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ബോട്ടിന് സമീപം കമ്മീഷണർ തോക്കു ചൂണ്ടി നിൽക്കുന്നത് ദാമോദരൻ MLAക്ക് നേരെയാണ്. ദാമോദരൻ മുട്ടുകുത്തി നിന്ന് ജീവനായി യാചിക്കുന്നു. മേനോൻ, ഞാൻ നിങ്ങളെ സഹായിച്ചതല്ലേ? എൻ്റെ മകളെ കൊന്നിട്ടും ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ. എന്നെ കൊല്ലരുത് പ്ലീസ്, ദാമോദരൻ വിതുമ്പി. ബോട്ടിൻ്റെ ഡെക്കിൽ നിന്നിരുന്ന ഡോക്ടർ മേനോൻ ക്രൂരമായി ചിരിച്ചു. ദാമോദരൻ, നിന്നെ ജീവനോടെ വെക്കുന്നത് എനിക്ക് അപകടമാണ്. നീ ഒരു കൊലപാതകിയുടെ അച്ഛനായി അറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മകളുടെ മരണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ഒരു പാവം അച്ഛനായി അറിയപ്പെടുന്നതാണ്. നിന്റെ മരണവാർത്ത നാളെ പത്രങ്ങളിൽ വരും. കമ്മീഷണർ ട്രിഗർ അമർത്താൻ തുടങ്ങിയതും ആനന്ദിൻ്റെ വെടിയുണ്ട അയാളുടെ കൈത്തണ്ടയിൽ തറച്ചു. കമ്മീഷണർ നിലവിളിച്ചുകൊണ്ട് തോക്ക് താഴെയിട്ടു. കൈകൾ ഉയർത്തൂ, ആനന്ദ് അലറി. പെട്ടെന്ന് ബോട്ടിനുള്ളിൽ നിന്നും മേനോൻ്റെ ഗുണ്ടകൾ ആനന്ദിന് നേരെ വെടിയുതിർത്തു. ആനന്ദ് ഒരു മരത്തടിക്ക് പിന്നിലേക്ക് ഒളിഞ്ഞു. ഇരുപക്ഷവും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. ഇതിനിടയിൽ പരിക്കേറ്റ കമ്മീഷണർ ഇഴഞ്ഞ് ബോട്ടിലേക്ക് കയറാൻ ശ്രമിച്ചു. എന്നെ ഇട്ടിട്ട് പോകല്ലേ ഡോക്ടർ, കമ്മീഷണർ നിലവിളിച്ചു. പക്ഷേ ഡോക്ടർ മേനോൻ തൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. അയാൾ ബോട്ടിലിരുന്ന് കമ്മീഷണർക്ക് നേരെ വെടിവെച്ചു. സ്വന്തം സഹായിയെപ്പോലും കൊന്നു തള്ളാൻ അയാൾക്ക് മടിയുണ്ടായിരുന്നില്ല. ബോട്ട് വേഗത്തിൽ തീരത്തു നിന്നും നീങ്ങിത്തുടങ്ങി. നിനക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല ആനന്ദ്, മേനോൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ മേനോൻ അറിഞ്ഞിരുന്നില്ല നവീൻ ഇതിനോടകം തന്നെ കോസ്റ്റ് ഗാർഡിനെ വിവരം അറിയിച്ചിരുന്നു. ആകാശത്ത് പെട്ടെന്ന് ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം മുഴങ്ങി. കടലിലൂടെ 2 സ്പീഡ് ബോട്ടുകൾ മേനോൻ്റെ ബോട്ടിനെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടു. മേനോൻ പരിഭ്രാന്തനായി. അയാൾ തൻ്റെ ബാഗിലുണ്ടായിരുന്ന ലാപ്ടോപ്പും തെളിവുകളും കടലിലേക്ക് എറിയാൻ ശ്രമിച്ചു. ആനന്ദ് തീരത്തു നിന്നും കടലിലേക്ക് ചാടി ബോട്ടിനു പിന്നാലെ നീന്തി. സാഹസികമായി അയാൾ ബോട്ടിൻ്റെ വശത്തുള്ള ഗോവണിയിൽ പിടിച്ചു കയറി. ബോട്ടിൻ്റെ ഡെക്കിൽ ആനന്ദും ഡോക്ടർ മേനോനും മുഖാമുഖം നിന്നു. മേനോൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കത്തിയുണ്ടായിരുന്നു. ഇത് നിന്റെ അവസാനമാണ് ഇൻസ്പെക്ടർ, മേനോൻ ആഞ്ഞടുത്തു. ബോട്ടിലെ ഡെക്കിൽ വെച്ച് ആനന്ദും ഡോക്ടർ മേനോനും തമ്മിൽ കടുത്ത മൽപ്പിടുത്തം നടന്നു. മേനോൻ ഒരു സർജൻ്റെ കൃത്യതയോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ആനന്ദിനെ ആക്രമിച്ചു. ആനന്ദിൻ്റെ തോളിൽ ഒരു ആഴത്തിലുള്ള മുറിവേറ്റു. പക്ഷേ അയാൾ പിന്മാറാൻ തയ്യാറായില്ല. നിങ്ങളുടെ ഈ സാമ്രാജ്യം ഇന്ന് അവസാനിക്കും മേനോൻ, ആനന്ദ് വേദന കടിച്ചു പിടിച്ച് പറഞ്ഞു. ആനന്ദ് തൻ്റെ സർവ്വശക്തിയുമെടുത്ത് മേനോനെ തറയിലേക്ക് മറിച്ചിട്ടു. മേനോൻ്റെ കയ്യിൽ നിന്നും ബ്ലേഡ് തെറിച്ചുപോയി. ആ സമയം കൊണ്ട് കോസ്റ്റ് ഗാർഡ് ബോട്ടിനെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. തോക്കുധാരികളായ കമാൻഡോകൾ ബോട്ടിലേക്ക് ഇരച്ചു കയറി. ഡോക്ടർ മേനോനും അയാളുടെ ബാക്കിലുണ്ടായിരുന്ന സഹായികളും കീഴടങ്ങി. കരയിൽ IG-യുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ആനന്ദിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബോട്ട് കരയ്ക്കടുത്തപ്പോൾ വിലങ്ങുവെച്ച മേനോനെ പോലീസ് ജീപ്പിലേക്ക് മാറ്റി. ദാമോദരൻ MLAയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വന്തം മകളുടെ മരണത്തിന് കൂട്ടുനിന്ന കുറ്റത്തിന് അയാൾക്ക് ഇനി അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. ആനന്ദ് പരിക്കേറ്റ തോളുമായി മണൽത്തിട്ടയിലിരുന്നു. നവീൻ ഓടി വന്ന് ആനന്ദിനെ താങ്ങി. നമ്മൾ ജയിച്ചു സർ, ആ പെൻഡ്രൈവിലെ വിവരങ്ങൾ IG-ക്ക് കൈമാറി. ഈ റാക്കറ്റിൽ ഉൾപ്പെട്ട 100-ലധികം പേരെ രാത്രി തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആനന്ദ് രശ്മിയുടെ ശവകുടീരത്തിനു മുന്നിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ മരണം കൊണ്ട് ഒരു വലിയ വിപത്തിനെ തുറന്നു കാട്ടിയ ആ പെൺകുട്ടിക്ക് അയാൾ മനസ്സിൽ നന്ദി പറഞ്ഞു. ഷിബുവിൻ്റെ കുടുംബത്തിന് സർക്കാർ സഹായം ഉറപ്പാക്കാൻ ആനന്ദ് മുൻകൈയെടുത്തു. ഷിബു ഒരു ചാരനായിരുന്നെങ്കിലും അവസാന നിമിഷം അയാൾ കാണിച്ച ധീരത ആനന്ദ് മറന്നില്ല. നഗരം പഴയതുപോലെ ശാന്തമായി. പക്ഷേ ഇൻസ്പെക്ടർ ആനന്ദിന് അറിയാമായിരുന്നു, നിഴൽ എന്ന സംഘടനയുടെ വേരുകൾ ആഴത്തിലുള്ളതായിരുന്നു.
ഒന്ന് അവസാനിക്കുമ്പോൾ മറ്റൊന്ന് മുളച്ചു വരാം. പക്ഷേ എപ്പോഴും അതിനെ തടയാൻ താൻ തയ്യാറായിരിക്കുമെന്ന് അയാൾ ഉറപ്പിച്ചു. സ്റ്റേഷനിലേക്ക് മടങ്ങാൻ വണ്ടിയിൽ കയറാൻ തുടങ്ങിയ ആനന്ദിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. നന്നായി ചെയ്തു ഇൻസ്പെക്ടർ. പക്ഷേ കളിക്കളം മാറിയിട്ടേയുള്ളൂ, കളി അവസാനിച്ചിട്ടില്ല. ആനന്ദ് ദൂരേക്ക് നോക്കി പുഞ്ചിരിച്ചു. എത്ര വലിയ ഇരുട്ടിനും വെളിച്ചത്തെ തോൽപ്പിക്കാനാവില്ല എന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ശുഭം.